ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഹെയർ കെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാവേ. ഇതിനേക്കാളും വിജൃംഭിച്ച ഹെയർ കെയർ ഒക്കെ റെഗുലർലി ചെയ്യുന്നവരാണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട. ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഫോളോ ചെയ്തോ. നല്ല യൂസ്ഫുൾ ആണ്, സിമ്പിളും ആണ്. ഒരു പാരച്ചൂട്ടിൻ്റെ റോസ്മേരി ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു കുട്ടി ബോട്ടിലോട്ട് ഞാൻ മാറ്റും. ഇതാകുമ്പോൾ നമ്മൾ സ്കാൽപ്പിലോട്ട് എല്ലായിടത്തും എത്താനും ഈസിയാണ്. അധികം ഓയിൽ സ്പില്ലാവത്തുമില്ല. നമ്മൾ എണ്ണ തേക്കുമ്പോൾ എപ്പോഴും ഹെയർ ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കണേ. കാരണം മുടിയിൽ കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള മുടിയും കൂടെ പൊട്ടിപ്പോവും. അത് കാരണം ഫസ്റ്റ് നല്ലോണം ഡീറ്റാങ്കിൾ ചെയ്തെടുത്തിട്ട് നമുക്കറിയാലോ നമ്മുടെ ഒരു വശം അനുസരിച്ച് സ്കാൽപ്പിൽ എല്ലാ സൈഡിലോട്ടും എല്ലാ ഏരിയയിലും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഓയിൽ ചെയ്ത് കൊടുക്കണം. ഈ സംഭവം ബോട്ടിൽ വെച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അടുത്തുള്ള സ്റ്റോറിലൊക്കെ കിട്ടും. അങ്ങനെ എല്ലായിടത്തും ഫിംഗർ വെച്ചും കൂടെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്കാൽപ്പ് മസാജർ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര നേരം പറ്റുമോ, ഒരു 5 മിനിറ്റ് ഒക്കെ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സ്കാൽപ്പിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ആവും. പിന്നെ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ നമ്മൾ ഷാമ്പു ചെയ്യാൻ നേരത്ത് അതേ മസാജർ വെച്ചൊന്ന് സ്കാൽപ്പിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എണ്ണയും പോവും, നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്ക് പോകാനും യൂസ് ആവും. പിന്നെ ഹെയറിൻ്റെ ലെങ്ത്തിലും കൂടെ എണ്ണ വെച്ച് കൊടുക്കണം അവസാനം. കാരണം അത് നമ്മുടെ ഹെയർ ഫ്രിസി ആവാതിരിക്കാൻ ഹെൽപ്പാവും. ഇതിൽ ഏതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു 3 to 5 മിനിറ്റ് എണ്ണ വിട്ടിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.